നമസ്കാരം. പഞ്ചായത്ത് വാരത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വളരെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഇത്രത്തോളം വാശിയേറിയ ഒരു ചർച്ചയും രാഷ്ട്രീയ സംവാദവും അടുത്ത കാലത്തും നടന്നിട്ടുണ്ടാവില്ല. എന്താണ് ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ചിന്തിക്കുന്നത്? ഒരുപക്ഷെ അവരുടെ മനസ്സ് എങ്ങനെയാണ് സ്പന്ദിക്കുന്നത്? ബി ജെ പിക്ക് അനുകൂലമായ ഫാക്ടേഴ്സ്, ബി ജെ പിക്ക് എതിരായ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ യു ഡി എഫിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ, എൽ ഡി എഫിന് അനുകൂലവും പ്രതികൂലമാകുന്ന ഘടകങ്ങൾ, യു ഡി എഫിന് എതിരാകുന്ന ഘടകങ്ങൾ. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് മീഡിയ ഉയർത്തിക്കാട്ടുന്നത് ഒരു ഫാക്ടർ, ഒരുപക്ഷെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കുന്ന ഒരു ഘടകം SNDP ഫാക്ടറാണ്. SNDP ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ ഫാക്ടർ. നമുക്ക് നോക്കാം. എന്തായാലും ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ തന്നെ സമ്പത്തെ നമ്മൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഈ ഒരു ചർച്ചയിൽ അതിൻ്റെ സമഗ്രത ആവശ്യമാണ്. വരട്ടെ. SNDPക്കുള്ള അനുകൂല ഘടകങ്ങൾ പത്മകുമാർ എതിർക്കില്ലല്ലോ. സമുദായ ബലം, SNDP ഉദ്ദേശിക്കുന്ന വെള്ളാപ്പള്ളിയാണ്. ഇവിടെ 2 യൂണിയനുകൾ സജീവം, തർക്കമില്ലല്ലോ, തർക്കമില്ല. മൈക്രോ ഫൈനാൻസ് പദ്ധതി, തർക്കമുണ്ടോ സമ്പത്തെ? ഓക്കെ. സ്ഥാപനങ്ങൾ, അതായത് SNDPയുമായി SN ട്രസ്റ്റിന്റെ കീഴിലൊക്കെയുള്ള സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അജിത് തർക്കമില്ലല്ലോ. ഇതൊക്കെ SNDP ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ BJPയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച ഘടകങ്ങളും അമിത്ഷാ എന്നുള്ള ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ BJP സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ട് നടത്തിയ സർവേയിൽ നിന്ന് കണ്ടെത്തിയതുമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പത്മകുമാർ വിശ്വസിച്ചെങ്കിലും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ താങ്കൾ മടിക്കുന്നതിലും കൊല്ലം തുളസി എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഇപ്പോൾ മനസ്സിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും. ഓക്കെ, അടുത്ത് SNDP അനുകൂല ഘടകങ്ങളിൽ നിന്ന് നമ്മൾ അടുത്ത കാർഡിലേക്ക് പോകുന്നു. ആന്റി SNDP എന്തൊക്കെയാണ്? ഇതിനും തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല. കുടുംബാധിപത്യം പറയൂ സാറേ. ആ മൈക്രോ ഫൈനാൻസിനെ കുറിച്ച് കുറെ ആക്ഷേപങ്ങൾ വന്ന സാറേ, താങ്കൾ മുഴുവൻ കാണുന്നില്ല സാറേ. അനുകൂലം കഴിഞ്ഞു. അനുകൂലം എന്ന് പറയുന്നത് മൈക്രോ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ആ വായ്പ കിട്ടിയ 100 കണക്കിന് ആൾക്കാരുടെ പിൻബലം ഉണ്ട് എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ അവകാശവാദം. തർക്കമില്ലോ ഇത്തെ? ഇല്ല. കുടുംബാധിപത്യം തർക്കമുണ്ടോ? കൊല്ലം തുളസി തർക്കമുണ്ടോ? അതായത് VS ആനന്ദിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി, പ്രീതി നടേശൻ രാജേട്ടന് കൊടുക്കാത്ത സ്ഥാനം ഗവർണർ, തുഷാർ വെള്ളാപ്പള്ളി അതും BJPയുടെ ഒരാൾക്ക് കൊടുക്കാത്തൊരു സ്ഥാനം കേന്ദ്രമന്ത്രി. തർക്കമുണ്ടോ ഇത്തെ? കറക്റ്റ്. ഇതാണ്. പിന്നെ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു വിദ്വാനെ കൊണ്ടുപോയി, സുഭാഷ്, എന്താണ് പേര്? സുഭാഷ് വാസു. ഓക്കെ, അജിത്ത എഴുതിയത്, അജിത്തിന്റെ പത്രത്തിൽ കണ്ടതാണ്. അതായത് പ്രീതി നടേശനും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി കൊണ്ടുപോയ ആളുടെ പേര് സുഭാഷ് വാസു. മംഗളത്തിന്റെ ഫ്രണ്ട് പേജിൽ കണ്ട വാർത്ത ഞാൻ പറയാണ്. ഇങ്ങനെയാണ് പത്രവാർത്തകൾ. അജിത്ത്, മംഗളത്തിലെ അജിത്ത്. ഇങ്ങനെയാണ് ഈ പത്രവാർത്തകൾ എങ്ങനെയാണ്? ദേവസ്വം ബോർഡ് അത് ശരത്തിട്ടൊരു കുത്താണല്ലോ അത്. ഇങ്ങനെ പോയിട്ട് പോയാണ് ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് നിൽക്കുവാണല്ലോ. സുഭാഷ് വാസു. പക്ഷെ അങ്ങനെ കുത്തിയ ആൾക്ക് തിരിച്ചു കുത്താത്തത് എന്താണ് ശരത്തെ? അതൊക്കെ ഞങ്ങള് കുത്തി. എപ്പം കുത്തി? എപ്പം? 5 കഴിഞ്ഞിട്ട്. ഓക്കെ അജിത്തെ, എന്തായാലും ഈ പത്രവാർത്തകൾ നമ്മളെ സ്വാധീനിക്കുന്നു പറഞ്ഞ പോലെ ഈ മംഗളത്തിന്റെ അയത്ത് എഴുതി വെച്ച വാർത്തയെ സ്വാധീനിച്ചിരിക്കുകയാണ്. അപ്പോൾ അഴിമതി ആരോപണങ്ങൾ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. വെള്ളാപ്പള്ളി നടേശന്റെ ആ ടീം, ഒരുപക്ഷെ ഒരു റോഡ് റോളർ പോലെ വന്നിരുന്ന വെള്ളാപ്പള്ളി ഈ ആരോപണങ്ങളിൽ പകച്ചുപോയി. അജിത്തെ, എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ശരിയാണോ പത്മകുമാർ? ശരിയല്ലേ? ഒന്ന് പറയൂ സാറേ. ഒരിക്കലും ശരിയല്ല. മറ്റത് പ്രതിരോധിക്കാൻ വേറെ ആരുമില്ല, വെള്ളാപ്പള്ളിയും മകനുമല്ല. എന്റെ പത്മകുമാറെ, സാധാരണഗതിയിൽ പത്രസമ്മേളനങ്ങൾ സ്റ്റീം റോൾ ചെയ്യുന്ന വെള്ളാപ്പള്ളി ഇന്ന് കടന്ന് കിതക്കുകയാണ്. അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരൊറ്റ BJP നേതാവ് പോലും രംഗത്ത് വരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചത് സംസ്ഥാന നേതാക്കളുമായിട്ടുള്ള ആശയവിനിമയം ശരിയായില്ല. ജേക്കബ് സാർ പറയൂ. ശരിയാണ്. യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലല്ലോ.
ശിവകുമാർ വേറെ ഒന്നും നോക്കണ്ട. ഇത് ആരംഭിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ അദ്ദേഹം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയിൽ മാത്രം എടുത്ത ശരീരഭാഷ വിഷ്വൽ മീഡിയ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ശരീരഭാഷ. മൂന്ന് ഗുരുനിന്ന ബ്രിട്ടാസ് ഈ പ്രതികൂല ഘടകങ്ങൾ നാളെ എഴുതിയിരുന്നെങ്കിൽ ബ്രിട്ടാസ് ഇപ്പോൾ ഉന്നയിച്ച കാര്യം കൂടെ അവിടെ എഴുതേണ്ടി വന്നേ. വെള്ളാപ്പള്ളി നടക്കുന്ന ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ അവിടെ എഴുതേണ്ടി വന്നേനെ. ഗുരുനിന്ന ശാശ്വതകാനന്ദയുടെ ദുരൂഹ മരണം എന്തൊക്കെ പറഞ്ഞാലും പിന്നെ പത്മകുമാർ ഈ ആരോപണം മുമ്പ് ഉണ്ടായിരുന്നുള്ളതല്ല പ്രശ്നം. ഈ ഘട്ടത്തിൽ അത് സജീവമായി വിവിധ ചാനലുകളിൽ പോലുള്ള ആളുകൾ ഇരുന്ന് വേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് സമ്പത്തെ താങ്കൾ ടെലിവിഷൻ ചർച്ചകൾ പറഞ്ഞൊരു കാര്യം, താങ്കളുടെ മുത്തച്ഛൻ അതിന്റെ ഫൗണ്ടറായിരുന്നു, ട്രഷററായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിയിണക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം, പ്രതിസന്ധി, അതാണ് ഞങ്ങൾ ആ ഗുരുനിന്നാന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പറയണം, അദ്ദേഹത്തിന് ഒരു ക്ലെയിം ഉള്ളതുകൊണ്ടാണ് പറയട്ടെ. മാത്രമല്ല, ശിവഗിരിയിലെ സന്യാസിമാരെ വഴിയിൽ തടയും എന്ന് പറഞ്ഞ ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെ പോലെ ഇപ്പോൾ ഇതെല്ലാം പ്രതിരോധിക്കാനായി പല ചർച്ചകളിൽ പങ്കെടുക്കുകയും പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പൊതുരംഗത്ത് നിൽക്കുകയും ചെയ്യുന്നത്. ഈ സംസ്ഥാനത്തോ രാജ്യത്തോ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാരെ വഴിയിൽ തടയും എന്ന് പറഞ്ഞിട്ടില്ല. ഞാനീ പറഞ്ഞത് പത്രങ്ങളിൽ, നിരവധി പത്രങ്ങളിൽ അച്ചടിച്ചു വന്നതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. എന്തായാലും ഗുരു ഇവരവിടെ ഇരിക്കട്ടെ, അവിടെ ഈ അധികാര കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്രമം ഉണ്ടായി, ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു, ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ. ഈ രണ്ട് മുന്നണിക്ക് വന്നത് റിപ്പോർട്ട് വെളിയിലൂടെ എനിക്കൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ഭീഷണമായി അതിന് മറുപടി പറയും. അതായത് UDFന്റെ കെയർ ഓഫിൽ ലഭിച്ച ദേവസ്വം ബോർഡ് സ്ഥാനം നിലനിർത്തിക്കൊണ്ട് BJPയുമായിട്ടുള്ള ബാന്ധവത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു വ്യക്തി ആ സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ രാജിവെക്കണമായിരുന്നു. ഇനി രാജിവെക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? കാലാവധി ഇപ്പൊ തീരാറായി അദ്ദേഹത്തിന്റെ. കാലാവധി തീരാറായി. രാജിവെക്കണമെന്ന് ഒരു സെക്കൻഡ് എനിക്ക് ചോദ്യം, രാജിവെക്കണമെന്ന് താങ്കൾ ആവശ്യപ്പെടുമ്പോൾ പോലും UDFന് നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്? കോൺഗ്രസിന്റെ മര്യാദ, രാഷ്ട്രീയ മര്യാദ കൊണ്ട്. ദേവസ്വം ബോർഡ് സ്ഥാനം മാത്രമല്ല, SNDPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം UDF പല ചെയർമാൻ സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പല കോർപ്പറേഷനിലും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. ബാലകൃഷ്ണ പോയപ്പോ അങ്ങേരുടെ 3-4 ചെയർമാൻമാർ രാജിവെച്ച് പോയല്ലോ. ഞാൻ ചോദിച്ചോട്ടെ പത്മകുമാറെ, ഈ വലിയ സ്ഥാനം എടുത്ത് വലിച്ചെറിയാൻ പറയാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ SNDPക്ക് കൊടുത്തത് എന്തിനാ? UDFനെ സഹായിച്ചതോ? UDFനെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ സഹായത്തോട് കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കണം. അല്ല, അദ്ദേഹത്തിന് എന്തിനാ സ്ഥാനം കൊടുത്തത്? SNDP UDFനെ സഹായിച്ചതുകൊണ്ട്, ആ സഹായം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോ അദ്ദേഹത്തിന്റെ സഹായം പത്മകുമാറെ കണിച്ചിക്കുളങ്ങര സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ? ഈ സുഭാഷ് വാസു UDFന്റെ നോമിനിയായി, സ്വാഭാവികമായി കോൺഗ്രസിന്റെ നോമിനിയായിട്ടാണ് ഇതിനകത്ത്. സാറേ, സംസ്കൃതം മലയാളത്തിൽ പറ, കൃത്യമായിട്ട് അയാൾ എന്ത് ചെയ്യണം വേണം? അയാൾ രാജിവെക്കണമെന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡ് ഞാൻ പറയട്ടെ BJPയിലെ പറയുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ 26, 27, 28 തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ കോൺഗ്രസിന്റെ യൂണിയൻ ദേവസ്വം ബോർഡിലെ ആ യൂണിയൻ, ഞാൻ നയിക്കുന്ന യൂണിയൻ, ഞങ്ങൾ പ്രമേയം താങ്കൾ വളരെ ആർജവമുള്ള രാഷ്ട്രീയ കൺവീനർ, മുഖ്യമന്ത്രി, ദേവസ്വം ബോർഡ് മന്ത്രി, ഇത്ര ആൾക്കാരുടെ ഒരു വാചകം വന്നോ? ഞാൻ പറഞ്ഞു തരട്ടെ, ഞങ്ങൾ ഞാൻ പറയുന്നത് ആ പറഞ്ഞ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ UDF കൺവീനർ, മുഖ്യമന്ത്രി, എല്ലാവർക്കും ഞങ്ങൾ ലെറ്റർ എഴുതി, ഞങ്ങളുടെ യൂണിയൻ ലെറ്റർ പേടി ഞങ്ങൾ എഴുതി കൊടുത്തു. അത് ഞങ്ങൾ SNDP യോഗത്തിന്റെ വളരെ സമ്പന്നരായ പ്രമാണിമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താണ് ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ച് ശരത്ത് പറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പുതിയ BJP ബാന്ധവത്തിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇതിൽ നിരവധി നേതാക്കന്മാർ
ശ്രീ രാജൻബാബു ഉൾപ്പെടെ ഉള്ളവരുടെ എല്ലാം പങ്ക് നമ്മൾ പരിശോധിക്കണം ഇത്തരം കാര്യങ്ങൾ. പാർട്ടിക്ക് ഭരണഘടന ഉണ്ടാക്കിയ ആൾ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പടവും കൂടി വെച്ചടിച്ചിട്ടാണ് ഇവിടെ താങ്കൾ തീപ്പൊരിയായിരുന്നല്ലോ പണ്ടൊക്കെ. എന്ത് പറ്റി താങ്കളുടെ നാവ് അണ്ടിപ്പരിപ്പ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതായത് പാർട്ടി ഭരണഘടന അജിത്തെ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് ഭരണഘടന ഉണ്ടാക്കുന്ന ആള് UDF പണ്ട് മനു അഭിഷേക് സിംഗ്വിയുടെ കേസ് വാദിക്കാൻ വന്നപ്പോ നിങ്ങൾ കരിയോയിൽ ഒഴിച്ചില്ല, നിങ്ങൾ ഓടിച്ചില്ലേ? പത്മകുമാർ ശ്രീ KM മാണിയെ അദ്ദേഹത്തിന്റെ ഈ ബാർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ അവരുടെ നേതാക്കൾ പറയുന്നു. എന്റെ സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുടെ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷനായി ഇപ്പോഴും അദ്ദേഹത്തെ തന്നെ വെച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ ഇരിക്കണം. എന്താ ഇത്ര നിർബന്ധം? പാർലമെന്റ് അടക്കം ഞങ്ങൾ പാർട്ടി പ്ലീനത്തിൽ കൊണ്ടുപോയി സഹാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുന്നതിൽ എന്താ താങ്കൾ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. താങ്കൾ പറയേണ്ടിയിരുന്നത് വെസ്റ്റ് ബംഗാളിന്റെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ അസിം ദാസ് ഗുപ്ത ആയിരുന്നല്ലോ. അതിനേക്കാൾ നല്ല ഇതാണ് സഹാക്കന്മാരെ സാമ്പത്തിക നയം പഠിപ്പിച്ച സാമ്പത്തിക നയം പഠിപ്പിക്കാനായിട്ട് KM മാണി വന്നില്ല. അവിടെ വേറെ ഏതെങ്കിലും സെമിനാറിനാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പാർട്ടികളുടെ മുന്നണികളുടെ അനുകൂല പ്രതികൂല ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം SNDPയുടെ പ്രതികൂല ഘടകങ്ങളിലെ അവസാനത്തെ ഭാഗങ്ങൾ, ഇത് എല്ലാവർക്കും യോജിക്കേണ്ട കാര്യങ്ങളാണ്. BJP സഖ്യത്തിലെ അസ്വാഭാവികത കൊല്ലം തുളസിയുടെ മനസ്സിടിക്കുന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ട്. ശാശ്വതാനന്ദയുടെ മരണം നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അത് സംബന്ധിച്ചുള്ള ആരോപണം ഇവിടെയുള്ളത് അല്ല. ശാശ്വതാനന്ദയുടെ ദുരൂഹ മരണം ലാസ്റ്റ് കാർഡിലേക്ക് വരുന്നു നമ്മൾ. അസ്വാഭാവികത, കെമിസ്ട്രി. പണ്ട് ആരോ പറഞ്ഞു നാഫ്തയും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം. അജിത്തെ ചെറിയൊരു അസ്വാഭാവികത ഉണ്ട്, പക്ഷെ താങ്കൾ അത് കാണുന്നില്ല. വെറുതെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കരുതെന്ന് പറയുന്നത് എന്തിനാണ്? അതങ്ങനെ എന്തിനാണ്? കൊല്ലം തുളസിയുടെ മുകളിൽ കണ്ണുരുട്ടി കാണിക്കുന്ന പത്മകുമാർ ഇങ്ങോട്ടേ മാത്രം നോക്കാവുള്ളൂ. ആ പാവപ്പെട്ടവന്റെ മുകളിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾ അങ്ങനെ പറയാൻ പറ്റും. ഒരു അസ്വാഭാവികത ഉണ്ടോ? അസ്വാഭാവികതയുണ്ട്. കാരണം NSS അതിനോട് നായർ മുതൽ നായാടി വരെ എന്ന പ്രയോഗത്തിൽ NSS ഇല്ല, നായരില്ല എന്ന് അതിന്റെ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തന്നെയല്ല, അങ്ങനെ ഒരു നീക്കത്തിൽ അദ്ദേഹം ശക്തമായ എതിർപ്പും അമർഷവും ഒക്കെയും രേഖപ്പെടുത്തി കഴിഞ്ഞു. സുകുമാരൻ നായർ, ഇതാണ് BJPയുടെ സംവരണ നയം, NSS നിലപാട്. നിങ്ങൾക്കൊരു ഒരു വിഷയമായിട്ട് എടുക്കാം. വിഷയമാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഓക്കെ പത്മകുമാർ, ഞാനിത് പറയുമ്പോൾ അതായത് അക്കാഡമിക്കലി നമ്മൾ വന്നിട്ടുള്ള BJP സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ഇപ്പോ ശിവകുമാർ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ യോജിക്കുന്നു. ആർക്കും ഇല്ലല്ലോ. ഓക്കെ, റൈറ്റ്. അടുത്ത് അതായത് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തൊരു യോജിപ്പാ പത്മകുമാർ. അടുത്ത് നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. NSS നിലപാടും ഇതുമായിട്ട് ബന്ധമില്ല. ഞാനും NSSന്റെ അംഗമാണ്. ആ ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. ഇല്ലല്ലോ, അതില്ലല്ലോ. അത് വെറുതെ കാണിക്കേണ്ട കാര്യമില്ല. എതിരായിട്ടുള്ള നിലപാടല്ലല്ലോ. മിസ്റ്റർ കൊല്ലം തുളസി, ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ SNDP BJP ബാന്ധവത്തിൽ മനമെടുത്ത് രോഷാകുലനായിട്ട് പറയാവുന്ന ഭാഷയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തിയ പ്രഖ്യാപനങ്ങളും പ്രതിപാദനങ്ങളും നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നതല്ലേ സാറേ? അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കണമെന്നുണ്ടോ? നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. ഞങ്ങൾ ഇവിടെയുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ച് മാത്രം SNDPയുടെ തീരുമാനം അല്ല, വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന തീരുമാനം ഈഴവ സമുദായം അംഗീകരിക്കില്ല. നായർ സമുദായത്തിന്റെ സെക്രട്ടറി എടുക്കുന്നത് നായർ സമുദായം അംഗീകരിക്കും. ഇതെന്താ എങ്ങനെ യോജിക്കുന്നത്? അഡ്വക്കേറ്റ് ജയമോഹൻ, ഈ പ്രശ്നങ്ങള് കൊല്ലത്തുണ്ടോ? താങ്കളൊരു ജില്ലാ പഞ്ചായത്തിന്റെ സാരഥി കൂടിയാണ്. ഒരുപക്ഷെ ഈ നമ്മളിപ്പം ഒരു എന്താ പറയണ്ടേ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ വെച്ചിരിക്കുന്നു. ഈ ഒരു കെമിസ്ട്രി ഇല്ലായ്മയുണ്ടോ? ഒരു പെശകുണ്ടോ? യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഇപ്പൊ ഈ ദേവസ്വം ബോർഡ് മെമ്പറുടെ കാര്യം പറഞ്ഞതുപോലെ ഈ സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ചില രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുന്നത് തലപ്പത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും സ്ഥാനമാനം നേടാനാണെന്നുള്ളത് ആ സമുദായത്തിലെ സാധാരണ ആളുകൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ദേവസ്വം ബോർഡ് സ്ഥാനം.
UDF-നെ സഹായിച്ചപ്പോൾ ലഭിച്ചു, അതിപ്പം വിടുന്നില്ല. അപ്പൊ BJP-യെ സഹായിക്കുന്നതിന്റെ പിന്നിൽ തലപ്പത്തുള്ള ആളുകളുടെ താല്പര്യം സംരക്ഷിക്കലാണെന്ന് ആ സമുദായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാന്ധവത്തിലൊന്നും ആ സമുദായത്തിലെ പാവപ്പെട്ടവരില്ല. നമ്മൾ എന്തായാലും നമുക്ക്, അതായത് ഇവിടെ അവസാന വാക്ക് പറയാൻ നമ്മൾ ആരുമല്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നു. പ്രേക്ഷകർ വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം വസ്തുനിഷ്ഠമായി പറയാൻ കഴിയും. പൊതുവെ ആൾക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമാണ് ഞങ്ങൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരു ബയസുമില്ല. ബ്രിട്ടാസിൻ്റെതായിട്ടോ പീപ്പിളിൻ്റെതായിട്ടോ ഒരു സംഭാവനയും ഇതിനകത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രഹസ്യമായിട്ടും അല്പ ശബ്ദം കൂട്ടിയൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ തന്നെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പി ശ്രീകുമാറിൻ്റെ പുറകിലൂടെ ശ്രീ കൊല്ലം തുളസി പത്മകുമാറിനോട് ചോദിക്കാൻ തുനിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്. ഒരു ചെറിയ കൊമേഴ്സ്യൽ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ച് ചർച്ചയിലേക്ക് വരുന്നതാണ്. ഓക്കെ, ശരി. ഒരുപക്ഷെ വളരെ ക്വിക്കായിട്ട് ജനങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു കേരളം 2010 വ്യക്തമായിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മളൊരു അനാട്ടമി നടത്തിയാണ്. 2010 LDF-ന് 42.36% വോട്ട് കിട്ടിയപ്പോൾ UDF-ന് 46 പ്രകടമായിട്ടൊരു 3% വ്യത്യാസം. പക്ഷേ ആ 3% ജേക്കബ് ജോർജ് സീറ്റുകളുടെ കാര്യത്തിൽ വലിയ വർധന ഉണ്ടാക്കി. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഒരുപക്ഷെ BJP-യുടെ ഈ 6.26 ഇതാണ്. കൊല്ലം തുളസി, താങ്കൾ BJP-യിലേക്ക് മിസ് കോൾ അടിക്കുന്നതിന് മുമ്പ് ആണ് ഈ സാർ നടന്നത്. ഇപ്പോൾ 6 പോയിന്റ് എന്നുള്ളത് കൂടാൻ സാധ്യതയുണ്ട്. താങ്കളെപ്പോഴും ഒരുപാട് ആൾക്കാർ മിസ് കോൾ അടിച്ചിട്ടുണ്ട്. മിസ് കോൾ അടിക്കാതെയും പാർട്ടിയിലേക്ക് വന്നവരുണ്ട്. മിസ് കോൾ അടിച്ചവർക്ക് കൊടുക്കാത്തതായിട്ട് കൊണ്ടെന്നുള്ള ഒരു പരാതി പത്മകുമാർ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകാം. പോയിന്റ് ഇപ്പുറത്തോട്ട് മാറും. അപ്പൊ 62 അതൊരു അഹന്തയാണോ? പന്തയം വെക്കുന്നുണ്ടോ? അടുത്ത പന്തയം. ഞാൻ റെഡിയാ. ഓക്കെ, അടുത്തത് സീറ്റ് നില 2010 UDF ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണക്കുകളാണ്. പത്മകുമാരെ കുറിച്ചെടുത്തോളൂ. ആ പുസ്തകം പൂർത്തീകരിക്കും. 11,200, LDF 8,527, BJP 480, മറ്റുള്ളവർ 1,425, ആകെ 21,632 സീറ്റുകൾ. അടുത്ത് ഇനി UDF-ന്റെ മുന്നണിയിലെ പൊസിഷൻസ്. ഇവിടെയാണ് പ്രധാനം. ഇതാണ് വളരെ പ്രധാനം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു ഇക്കുമത്തുണ്ട്. ഇവിടെ നോക്കുക. മുസ്ലിം ലീഗ് 2,235, വളരെ പ്രധാനം. കേരള കോൺഗ്രസ് 818, 3000-ഓളം സീറ്റുകൾ. രണ്ട് പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളാണ് UDF നേടിയത്. കോൺഗ്രസ് 7,617. ഒരുപക്ഷെ കോൺഗ്രസും CPM കൂടെ എടുത്താൽ വേണമെങ്കിൽ ഒരു സമാസമം വന്നുകൂടായില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. അടുത്ത് LDF, CPM 7,001, CPI 1,016, LDF സ്വതന്ത്രൻ 341. അത് CPM-ലാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതങ്ങോട്ട് ചേർക്കുക. അപ്പോൾ CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ തുല്യമായിട്ടുള്ള സീറ്റുകളാണ്. എനിക്കൊന്നും മറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. ചെറിയ സംഖ്യകളാണ്. പക്ഷെ RSP 70. ഈ 70 സീറ്റ് നേടിയ RSP ഇന്ന് LDF-ൽ ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത് കോർപ്പറേഷൻ. എന്താണ് കോർപ്പറേഷൻ സ്ഥിതി? നോക്ക്. LDF-ന് 2005 5 കോർപ്പറേഷൻ ലഭിച്ചിരുന്നു. എന്നാൽ 2010 വന്നപ്പോൾ അത് 3 ചുരുങ്ങിയത് മാത്രമല്ല, തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷൻ ആടിയാണ് LDF-ന് ലഭിച്ചത്. ഇവൻ കൊല്ലം പോലും പ്രകടമായിട്ടുള്ള ഒരു ബ്രിമ്മിൽ അല്ലെ അഗ്രത്തിൽ അറ്റത്തേക്കായിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും വാർഡുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ സമാസമമായിട്ടാണ് നിൽക്കുക. സമാസമോ അല്ല ആക്ച്വലി. എന്താ കാരണം വെച്ചാൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചിയുടെ കോർപ്പറേഷൻ്റെ കണക്കും തൃശ്ശൂരിൻ്റെ കണക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ UDF-നായിരിക്കാൻ വേണമെങ്കിൽ അജിത്തെ വാർഡുകൾ കൂടുതൽ. അത് വ്യക്തമാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ ശ്രദ്ധിക്കാത്തൊരു കണക്കാണ് ജേക്കബ് ഞങ്ങൾ പ്രദാനം ചെയ്യുന്നത്. മൊത്തം കോർപ്പറേഷൻ വാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ UDF-നായിരിക്കും ഭൂരിപക്ഷം. പക്ഷേ കോർപ്പറേഷൻ്റെ ഭൂരിപക്ഷം വന്നപ്പോൾ LDF-നായി. അത് ബ്രിങ്കിലാണ്. അടുത്ത് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മോശപ്പെട്ട പ്രകടനം ഒരുപക്ഷെ ഇടതുപക്ഷം കാഴ്ചവെച്ചത് 2010-ലാണ്. 2005 12 ഉണ്ടായിരുന്നത് 2010 6 താഴുന്നു.
2 സീറ്റുണ്ടായിരുന്ന UDF 8 സീറ്റിലേക്ക് വർദ്ധിക്കുന്നു. BJPക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്നും സ്ഥാനമില്ല. അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. 123 ബ്ലോക്ക് പഞ്ചായത്തുകൾ നേരെ പകുതിയായിട്ട് LDF കുറയുന്നു 2010. UDF 39-92 വർദ്ധിക്കുന്നു. BJP അവിടെയും ഒരു ബ്ലോക്കിൽ വന്നിട്ടില്ല. കൊല്ലം തുളസി ശ്രദ്ധിക്കുക, ഒരു ബ്ലോക്കും വന്നിട്ടില്ല. അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾ. LDFന് 650 ഉണ്ടായിരുന്ന 384. ഇന്ന് 384 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ഇന്ന് LDF ഭരിക്കുന്നത് വെച്ചാൽ ഭരണം കഴിഞ്ഞത്. അതേസമയം UDFന് 582. സാധാരണഗതിയിൽ ഒരു ഗ്രാസ് റൂട്ട് ഡെമോക്രസിയിൽ അപ്രമാദിത്വം കിട്ടേണ്ടിയിരുന്ന LDF പ്രകടമായിട്ട് ചുവട് പിഴച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2010 എന്നുള്ളത് ഈ കണക്കിൽ നിന്ന് വളരെ സ്പഷ്ടമാകുകയാണ്. പത്മകുമാർ, BJP 5 എന്നുള്ളത് 4 കുറഞ്ഞു, സ്റ്റാഗ്നേഷൻ അവിടെ നിൽക്കുകയാണ്. ഇതാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. എത്രയാണ് കുറി കാണാൻ പോകുന്നത്? എത്ര പഞ്ചായത്താണ് തിരുവനന്തപുരത്ത്? സാറേ 480 വാർഡുകൾ തിരുവനന്തപുരത്ത് കിട്ടുകയാണെങ്കിൽ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ എത്ര പഞ്ചായത്തുകളായിരിക്കും BJP കിട്ടുക? ഒരു ഗസ് തുളസി, ഒരു ഗസ്. കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പൊ തിരുവനന്തപുരം മാത്രമേ കണക്കൂട്ടിയുള്ളൂ. തിരുവനന്തപുരത്ത് പിടിക്കുമെന്നാ പറഞ്ഞു. തിരുവനന്തപുരത്ത് പിടിക്കേണ്ട കുറച്ചൊക്കെ അല്ലല്ല, ബാക്കി അതിൻ്റെതായ ഒരു പ്രൊപ്പോർഷനായിട്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ 480 കിട്ടിയ ബാക്കിയും കൂടെ കൂട്ടി 480 കിട്ടിയ ഒരു 1000 കണക്കോ? 5000 മനസ്സിൽ കണ്ടുകൂടാ. അടുത്ത് നഗരസഭ, മുനിസിപ്പാലിറ്റി. LDF 27 ആയിരുന്നത് 20 കുറഞ്ഞു. UDF 17-39. പ്രകടമായിട്ടുള്ള പക്ഷേ കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും UDFന്റെ അപ്രമാദിത്വം പ്രകടമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു 2010. 2005 ഒരു റോൾ റിവേഴ്സൽ സംഭവിച്ചു. അടുത്ത് നെസ്കാർട്ട്. പോളിംഗ് ശതമാനം. ഇതിനൊരു വലിയൊരു പ്രസക്തിയിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UDFന് തിരുവനന്തപുരത്ത് നോക്ക്, പിന്നെ ശതമാനത്തിലുള്ള വ്യതിയാനമാണ് ഇതല്ലേ. ശതമാനം ഗണ്യമായിട്ട് വർദ്ധിച്ചൊരു കാലങ്ങളായിരുന്നു 2010. ഇതൊരു ഒരു ഭയങ്കര ഫാക്ടറാണ്. അതായത് 2005 അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ 14% വർധനമുണ്ടായി. അപ്പോൾ ശരത്തെ 2005 വോട്ട് ചെയ്യാതിരുന്നവർ നല്ലൊരു ശതമാനം UDFന്റെ വോട്ടർമാരായിരുന്നോ എന്നുള്ള കാര്യം, അതെയോ പുതിയ വോട്ടർമാരായിരുന്നോ? എന്തായാലും വളരെ എനിക്ക് തോന്നുന്നു ഈ സഫോളജിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഉഴുതുമറിക്കാനുള്ള ഒരു കണക്കാണ് സമ്പത്തെ. അടുത്ത കാർഡ്. അതായത് നമുക്ക് ചില ഓക്കെ, ഒന്നും കൂടി ഒരു കാര്യം നമുക്ക് ഒരു കാർഡ് വരേണ്ടത്. അതായത് ഈ മുനിസിപ്പാലിറ്റികളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മുനിസിപ്പൽ കാർഡുകൾ ഒന്ന് എടുത്തോളൂ. അതായത് പുതിയ മുനിസിപ്പാലിറ്റികൾ ഉണ്ടായപ്പോൾ, 13 എടുത്തോളൂ. പുതിയ മുനിസിപ്പാലിറ്റി ഉണ്ടായപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ എണ്ണം 59 എന്നുള്ളത് 86 വർദ്ധിച്ചു. ഇങ്ങനെ 86 വർദ്ധിച്ചാൽ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ 58 മുനിസിപ്പാലിറ്റികൾ, ഇവിടെ 39 എന്നുള്ളത് 58 മുനിസിപ്പാലിറ്റികളായി UDFന്റെ സംഖ്യ മാറും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ 58 മുനിസിപ്പാലിറ്റികൾ നിയന്ത്രണം UDFനാണെന്ന് അനുമാനിക്കേണ്ടി വരും. LDFന് 28 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് നിലവിലുള്ളത്. അതായത് മുനിസിപ്പാലിറ്റിയുടെ എണ്ണം ആ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി നമ്മൾ UDFന് കൊടുക്കണം, ആന്തൂർ മുനിസിപ്പാലിറ്റി LDFന് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. സമ്മതമാണോ ശരത്തെ? തർക്കമില്ലല്ലോ. വാദത്തിന് വേണ്ടി വാദമല്ല ശരത്തെ, ഇത് വളരെ സ്പഷ്ടം അല്ലേ? കണക്ക് പറയുമ്പോൾ ഒരു കണക്ക് അല്ല, പറയുമ്പോഴല്ല, കൃത്യമായ കണക്ക്. ഒരു മുനിസിപ്പാലിറ്റി നമ്മൾ മുറിച്ചും ചേർത്തും വരുമ്പോൾ ഒരേ സ്വഭാവം കാണിക്കണമെന്നില്ല. ഇനി നമ്മൾ 7 ജില്ലകളാണ് നമ്മൾ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബൂത്തിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് 2010 മുന്നണി നില ഇതാണ്. രസകരമാണിത്. UDF 800, LDF 752, BJP 77. ഈ 77
മംഗളം അജിത്തെ 480 വർദ്ധിക്കുമെന്നുള്ള 5000 രൂപയുടെ പന്തായത്തിന് ശ്രീ തുളസിയെ പത്മകുമാർ പ്രേരിപ്പിച്ച് ഒരു കുളത്തെ കൊണ്ട് ചാടിച്ചിരിക്കുന്നു. ഈ 77-നെ 450-ലേക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സംസ്ഥാന നേതാവിനെയും കണ്ടിട്ടില്ല, മോഡിയെ മാത്രം കണ്ടിട്ടാണ് BJP-യിലേക്ക് വന്നത്. മുൻവിധിയോടുകൂടി താങ്കൾ പറയുന്നത് ഇല്ല സാറേ, മുൻവിധി ഇല്ല. ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കണേ? സംസാരിച്ചു അല്ലല്ല, ഈ 77 എന്നുള്ളത് 450 ആക്കിയാൽ 400 ആക്കിയാൽ മതി. ഇല്ല 480 അല്ല 400 ആക്കിയാലേ ഞാനും ഒരു 5000 രൂപ കൊടുക്കാം. തുളസി നല്ല ചർച്ചയാണ്. പൈസ വരട്ടെ. കൊല്ലം 709 കൊല്ലത്ത് മാത്രമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയമോഹൻ, താങ്കളുടെ ജില്ലയിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു മേൽക്കോയ്മ ഉണ്ടായി. കിട്ട 849 സീറ്റുകളിൽ LDF-ഉം ആ കാർഡ് തിരിച്ചു വരട്ടെ പ്ലീസ്. എന്താണ് കാണിക്കുന്നത്? 709 സീറ്റിൽ UDF, 840 സീറ്റിൽ LDF-ഉം 19 സീറ്റിൽ BJP. ആ 19 അങ്ങോട്ട് പോകും. കൊല്ലം തുളസി, താങ്കളുടെ പേര് തന്നെ കൊല്ലമാ, പിന്നെന്താ പ്രശ്നം? ഞാൻ കൊല്ലം തുളസിയാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം PO ആണ്. സാറേ ഈ 19 എങ്ങോട്ട് പോകും സാറേ? 19 ഒരുപാട് പോകും. എങ്ങനെ മുമ്പോട്ട് പോകും? 50 കഴിയും. 50 കഴിയും. അപ്പൊ കൊല്ലത്തുള്ളത് 19 50 ആകും, ഇവിടെയുള്ള 77 480 ആകും. ഓ, വലിയൊരു വ്യത്യാസം. അപ്പൊ കൊല്ലത്തെ BJP-യും ഒരു ലോജിക്കലാണോ അല്ലയോ? തുളസി അത് പഠിച്ചിട്ടൊന്നും അല്ല പറയാം. അടുത്ത ഇടുക്കി തെരഞ്ഞെടുപ്പിന് പോകുന്ന മറ്റൊരു ജില്ല ഇടുക്കി. ഇതാ ശരത്തെ, പാവം PT തോമസിനെ ബലി കൊടുത്ത ജില്ല. ഓക്കെ, 602 സീറ്റ് UDF-ന് 200. ഇവിടെയാണ് സമ്പത്തെ ഒരുപക്ഷെ എനിക്കൊരു സംശയം, ഈ 602 UDF നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, പറ്റില്ല. ഇല്ല. ജേക്കബ് ജോർജ്, പറ്റുമോ? ഇടുക്കിയല്ലേ, മലയോര പ്രദേശമാണ്, കർഷകരുടെ പ്രദേശമാണ്, കത്തോലിക്ക സഭയുടെ കേന്ദ്രമാണ്. അവിടെ കത്തോലിക്ക സഭ UDF-നെതിരാണ്. അതെ, കത്തോലിക്ക സഭ ഒരു വിഭാഗം. ലോക്സഭയിലെ സാഹചര്യം മാറിയല്ലോ ഇപ്പൊ. അല്ല, ലോക്സഭയിലെ സാഹചര്യം മാറി. ആദ്യത്തെ വീക്ഷണത്തിൽ പോലും ഞാൻ പരന്നു നോക്കിയിട്ടും UDF-ന് 602 സീറ്റ് നടത്താൻ പറ്റുന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടില്ല. ഞാൻ പരതി നോക്കി. എന്താ വെച്ചാൽ അവിടെയെങ്കിലും ഞാൻ 100% ഏറ്റവും ആദ്യം വായിക്കുന്ന പത്രങ്ങളിൽ ഒന്നാണ് വീക്ഷണം. അതിന്റെ ചരിത്രം ഞാൻ വായിക്കാൻ പാടില്ലെന്നുകൊണ്ടാണോ? പഞ്ചായത്തും മുനിസിപ്പാലിറ്റി എല്ലാം കൂടെ ചേർത്ത് അപ്പൊ അതില് BJP-യിലെ ഇടുക്കിയിലെ തെറ്റാണ്. അതായത് സ്വതന്ത്രരായിരിക്കും വേണമെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുന്നതാണ്. എന്തായാലും അടുത്ത ജില്ല കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. UDF 814, LDF 786, BJP 10. ഇതാണ് കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ ഘടന. ഇത് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ ചില സ്വതന്ത്രന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കളിച്ചു, ആടിക്കളിച്ചു. അപ്പൊ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകാം. പക്ഷെ ഇതാണ് പൊതുവെ നമുക്ക് കിട്ടിയ ഒരു ചിത്രം. അതിൽ മൈനസ് വേണമെങ്കിൽ പ്ലസ് മൈനസ് വേണമെങ്കിൽ 1% 2% വേരിയേഷൻ ഉണ്ടാകാം. അത് ആരെയും വേണമെങ്കിൽ ബാധിക്കാവുന്നതാണ്. ദയവ് ചെയ്തിട്ട് അതിനകത്ത് യാതൊരു ബോധപൂർവമായിട്ടുള്ള ഏർപ്പാടുമില്ല. കണക്കാണ്. അടുത്ത യോഗ്യത വന്നിട്ടുണ്ട്. അവസാനം ആ യോഗ്യത വന്നു. കുറച്ച് കണക്കുകൾ മാറി. ചിലർ ഗൾഫിൽ പോയി, ചിലർ അങ്ങോട്ട് പോയി. ചാർജായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നോണ്ട് പത്മകുമാർ, അപ്പം ഇപ്പൊ ചാർജ് എവിടെയാ താങ്കൾക്ക്? കൊല്ലത്ത് എത്ര കിട്ടും? കൊല്ലത്ത് എത്ര കിട്ടും BJP? ആ കൊല്ല തുളസിയെ കുളത്തിച്ചടിക്കാൻ വേണ്ടി മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ട് ആ ജില്ല ഒഴിച്ച് ബാക്കി. അടുത്ത കണ്ണൂര്. ഇവിടെയാണ് ഒരുപക്ഷെ 2010-ലെ ആ കൊടുങ്കാട്ടിനെ ഇടതുപക്ഷം അതിജീവിച്ചൊരു ജില്ല. 1065 വാർഡുകൾ, പകുതി ഏറെക്കുറെ UDF-ന് പിടിച്ച കിട്ടാത്ത ഒരു ജില്ല. ശരത്തെ, ഇക്കുറി എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? 616 സമയത്ത് നമ്മൾ അപ്രാവശ്യം പിടിച്ചില്ല, കുറച്ചുകൂടെ മെച്ചമുണ്ടാവും ഞങ്ങൾക്ക് പ്രാവശ്യം. ശരത്തെ, ഇന്ന് സംഭവിച്ചിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ പോലും 1/2 ഡസനോളം വിമതന്മാർ ശക്താനിക്കുകയാണ്. സാരമില്ല, കുഴപ്പമില്ല. BJP-ക്ക് 14. BJP അവിടെ നില മെച്ചപ്പെടുത്തുന്നുള്ളൊരു വിശ്വാസമായിരിക്കാം. ഓക്കെ, അടുത്തത് കൂത്തുപറമ്പ് പഞ്ചായത്ത്. എന്തായാലും ആദ്യത്തെ മംഗളം അജിത്തെ, ഇത് കണ്ണൂരിന്റെ ഒരു ഗ്രാമപഞ്ചായത്ത് സിറ്റുവേഷൻ മാറാൻ സാധ്യതയുണ്ടോ? കാര്യമായ മാറ്റം ഉണ്ടാകത്തില്ല. കാരണം UDF കണ്ണൂർ മുനിസിപ്പാലിറ്റി പണ്ടും UDF ആണ്. കോട്ട. അപ്പൊ അതുകൊണ്ട് ഇരിക്കൂർ മലയോര ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇക്കുറി ആ കോർപ്പറേഷൻ
ലീഗല്ല ഭരിക്കാൻ പോകുന്നത്, കോൺഗ്രസ് ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്. എന്താ കാരണം വെച്ചാൽ കൂട്ടിച്ചേർക്കപ്പെട്ട 5 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ കോൺഗ്രസിന്റെ പഞ്ചായത്തുകളാണ്. കൊല്ലത്തുളസി എന്തെല്ലോ ബുദ്ധിമാരാന്നറിയൊരു നിങ്ങൾ നിഷ്കളങ്കര, നിങ്ങൾ എങ്ങനെ വന്ന് രാഷ്ട്രീയത്തിൽ ബന്ധം പെട്ടു എനിക്കറിയില്ല കേട്ടാ. ശ്രദ്ധിച്ചോളൂ കേട്ടാ. ഓക്കെ. അടുത്ത് വയനാട് UDF പ്രകടമായി ലീഡുള്ള ഒരു ജില്ലയാണ്. 367, LDF 153, BJP 5. ഇനിയുള്ളത് കാസർഗോഡാണ്. ഒരു ജില്ല കൂടി അവശേഷിക്കുന്നു. കാസർഗോഡ് ജില്ല സാറേ, കാസർഗോഡ് ജില്ല കൊണ്ടുപോവാ വേഗം. കാസർഗോഡ് UDF 350, LDF 27, BJP 116 വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ BJPക്ക് സീറ്റ് കിട്ടിയ ഒരു ജില്ലയാണ് കാസർഗോഡ്. ഒരുപക്ഷെ ഇവിടെ വർധനവ് സാധ്യമാകാം. സമ്പത്തെ 2005-10 തമ്മിലുള്ള വേരിയേഷൻ, 2010-15 വേരിയേഷൻ, ഒറ്റ വാചകം, നമുക്ക് സമയമില്ല, ഒറ്റ വാചകത്തിൽ. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF UDF വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും. BJPക്ക് കാര്യമായി അവരുടെ നില വർദ്ധിപ്പിക്കാനായി കഴിയില്ല. ചില സ്ഥലങ്ങളിൽ 2010 UDF ഉണ്ടായിരുന്ന മേൽക്കൈ നിലനിർത്തുകയും ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നേട്ടം. പത്മകുമാർ, തിരുവനന്തപുരത്ത് 480+. കേരളം മൊത്തം ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് BJP കാണും. ഒറ്റ വാചകം, ഇടതുപക്ഷം വളരെയേറെ മുന്നിൽ വരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തുളസി ചേട്ടാ മനസ്സ് തുറക്ക്. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ BJPക്ക് മുൻതൂക്കം കൊടുത്തു വരും. ജേക്കബ്, അല്ല, ഇടതുപക്ഷം അല്പം കൂടെ നില മെച്ചപ്പെടുത്തും. BJP കുറച്ചും കൂടെ 50% മാർക്ക് ക്രോസ് ചെയ്യുന്ന ആരായിരിക്കും? 50% ആരെങ്കിലും ക്രോസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP അല്ല, സോറി, UDF ക്രോസ് ചെയ്യില്ല, LDF ക്രോസ് ചെയ്യില്ല, എനിക്ക് തോന്നുന്നില്ല. ജയമോഹൻ, 2005 സ്ഥിതിയിലേക്ക് LDF തിരിച്ചു വരും. അജിത്ത്, BJPയുടെ സീറ്റുകളുടെ എണ്ണം വർധനവ് ഉണ്ടാകും എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ആരെ ബാധിക്കും നമുക്കിപ്പോൾ കൃത്യമായിട്ട് ചോദ്യം. 50% മാർക്ക് ഏതെങ്കിലും മുന്നണി കടക്കാൻ പറ്റുമോ? സാധ്യതയില്ല. അതിനർത്ഥം അജിത്ത്, വീക്ഷണത്തിന്റെ പത്രാധിപരായിട്ട് അജിത്ത് പറയുന്നത് 65% സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് 15 അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നേക്കുന്നത്. 2005 UDF, 2005 LDF, 2010 UDF. അങ്ങനെയാണെങ്കിൽ 2015 LDF മേൽക്കോയ്മ ഉണ്ടാകുന്നത്. അത് മാറുന്നു. LDF ക്രോസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. സമഗ്രമായിട്ട് കഴിഞ്ഞ 3 മണിക്കൂർ സമയം കൊണ്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ അനാവരണം ചെയ്തു. ഓരോ മുന്നണിക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഘടകങ്ങൾ, രാഷ്ട്രീയത്തിലെ പ്രധാന സ്പന്ദനങ്ങൾ, വിഷയങ്ങൾ, ഓരോ പാർട്ടിയും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, സമഗ്രമായിട്ടുള്ള വിശകലനമാണ്. നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. 7 ജില്ലകളിലെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില അനുമാനങ്ങൾ വേണമെങ്കിൽ പ്രേക്ഷകരെ സ്വാധീനിക്കാതിരിക്കാം. എങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്തിക്കൊണ്ട് പീപ്പിൾ ആരംഭിച്ചിരിക്കുന്ന പഞ്ചായത്ത് വാരം അതിൻ്റെ ആദ്യ പതിപ്പ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭനിദ്ര പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നാളെ ഇതേ സമയത്ത് 7 മണിക്ക് എല്ലാ പ്രേക്ഷകരും വീണ്ടും തിരിച്ചു